വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതി പരിസ്ഥിതി അനുമതി ലഭിച്ച പദ്ധതികളിൽ ഇടപെടാനാകില്ല എന്ന നിലപാട് തെറ്റെന്നാണ് കോടതിയുടെ പരാമർശം. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ മറുപടി നൽകാൻ സർക്കാരിന് 10 ദിവസത്തെ സാവകാശവും നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മറ്റ് സ്ഥലങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ നൽകാനും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഹൈക്കോടതിയുടെ വിമർശനമാണ് ഈ വിഷയത്തിൽ ഉയർന്നത്. ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരായ വിമർശനം കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞു വെച്ചത് ജിജേഷ്? രാഗി പറഞ്ഞതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഈ കേസ് പരിഗണിക്കുമ്പോൾ, കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തം പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പരിസ്ഥിതി അനുമതി ലഭിച്ച പദ്ധതികളിൽ ഇടപെടാനാകില്ല എന്ന നിലപാട് അത് തെറ്റാണ് എന്ന കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്ന് ഇടപെടാതെ ഒഴിഞ്ഞു മാറാനാകില്ല എന്ന കാര്യം തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുണ്ട്. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ മറുപടി നൽകാൻ സർക്കാർ ഇതിനുശേഷം സാവകാശം ഇപ്പോൾ തേടിയിരിക്കുകയാണ്. 10 ദിവസത്തെ സാവകാശമാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മറ്റു സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ മണ്ണിടിച്ചിൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും ഹൈക്കോടതിക്ക് മുന്നിലേക്ക് സർക്കാർ വയ്ക്കുകയും ചെയ്യുന്നത്. ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ച് സ്വമേധയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഹർജി ഫയലിൽ സ്വീകരിച്ചത്. ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നതായിരുന്നു ആ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം. ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടാതെ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ ദുരന്ത നിവാരണ അതോറിറ്റി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു എന്ന് പ്രധാനമായും പറഞ്ഞു. പരിസ്ഥിതി അനുമതിയുള്ള പദ്ധതികളിൽ ഇടപെടാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ മടക്കുന്ന ഒരു രീതിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂടി സർക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ ക്രിമിനൽ നടപടി ഉൾപ്പെടെ നടപടി സ്വീകരിക്കണമെന്ന കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതെല്ലാം തന്നെയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി വരികയും ചെയ്തത്.